ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവല്ലോ, ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുക. അപ്പോഴത്തേക്ക് ബുക്കൊക്കെ വാങ്ങിക്കണമല്ലോ. അങ്ങനെ അതിനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ആറ്റിങ്ങലാണ് പോയി വാങ്ങിക്കണത്. അവിടെ ഇത് ബെഡാ ബസാർ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ ഓഫർ നടക്കണുണ്ട് ബുക്കിൻ്റെയൊക്കെ. അപ്പോൾ അവിടെ പോയി വാങ്ങിക്കാമെന്ന് കരുതി. എൻ്റെ ചേച്ചിയുടെ മോള് കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും ആണ് അറിഞ്ഞത് ഇങ്ങനെ ഓഫറുള്ള കാര്യം. അവളെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ്. അങ്ങനെയാണ് അവൾ കയറിയപ്പോഴത്തേക്ക് അറിഞ്ഞ് എൻ്റെ അടുത്തും വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ഇന്ന് സൺഡേ അല്ലേ, ഫുഡെല്ലാം കഴിച്ചിട്ട് വെറുതെ ഇരുന്നപ്പം അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഇന്ന് ഭാഗ്യത്തിന് മഴയില്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ഇല്ലായിരുന്നു, തിരിച്ച് വന്നപ്പോഴും ഇല്ലായിരുന്നു. നമുക്ക് ഭാഗ്യമുണ്ട്, നനയാതെ പോയി. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റടിച്ച് എനിക്ക് ജലദോഷം എല്ലാം പിടിച്ച് മൂക്കൊക്കെ അടഞ്ഞ്, അതാണ് സൗണ്ട് ഒരുമാതിരി ഇരിക്കണം. അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള തന്ത്രപ്പാടാണ് ഇതെല്ലാം. നമ്മൾ ഇവിടെ ചാലയിൽ പോയി ബുക്ക് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓഫർ ഉള്ളത് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. ഒരു ബുക്ക് എടുത്താൽ 2 ഫ്രീ, 2 എടുത്താൽ 3 ഫ്രീ, അങ്ങനെ ഓരോ ഓഫറുണ്ട്. ബുക്കിന് മാത്രമേ ഉള്ളൂ ആ ഓഫർ. ബാക്കി എല്ലാത്തിനും റേറ്റ് ചെറിയൊരു വ്യത്യാസം, ഒരു 5 രൂപ 6 രൂപ ഒക്കെ കുറവ്, അത്രയേ ഉള്ളൂ. അല്ല സാധാ എല്ലാം അതേ വില തന്നെ. പിന്നെ ഇത്തിരി ദൂരം കൂടുതലായിരുന്നു നമ്മളിവിടുന്ന് പോയി. ഒരു അരമണിക്കൂറൊക്കെ യാത്ര ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഒരു 10-200 രൂപ ബുക്കിൻ്റെ സംഭവം ലാഭിക്കാൻ പറ്റി. ആ 200 രൂപ പെട്രോളായി. അങ്ങനെ ഒരു ഉച്ച സമയമായിരുന്നു, ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ വേറെ അങ്ങനെ ഏകദേശമൊക്കെ ഒരുങ്ങി തീരാറായി. ലാസ്റ്റ് കുങ്കുമ ഇടണതാണ് ഇത്. ആദ്യം ലിപ്സ്റ്റിക്കിൻ്റെ ഇത് വെച്ച് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് ഞാൻ സാധാരണ കുങ്കുമ ഇടാറ്. എങ്കിലേ അവിടെ തിക്കായിട്ട് അറിയാൻ പറ്റുള്ളൂ. മറ്റേ ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ കൈ തൊടുമ്പോഴത്തേക്ക് ഇനി പോരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടാം. ഇത്ര ഇട്ടപ്പോൾ ഇത് വീതി കൂടിപ്പോയി. ഞാൻ പിന്നെ അത് കുറച്ച്. മുമ്പൊക്കെ നല്ല വീതിക്കൊക്കെ ഇടുമായിരുന്നു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ആദ്യമേ കല്യാണം കഴിയുമ്പോൾ എല്ലാവരും വലിച്ചു വാരിയൊക്കെ ഇടും. പിന്നെ ആകുമ്പോൾ കുറച്ച് വരും. അങ്ങനെ കുറച്ച് ഞങ്ങളിത് ഇറങ്ങി നമ്മൾ 3 പേരും കൂടെയാണ് പോയത്. പോണ വഴിക്ക് ഉള്ളൂർ ചെറുക്കന്മാർ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കണുണ്ട്. അവിടെ റോഡിൻ്റെ അവിടെ കൂടെ പോകണ ഇതുണ്ടല്ലോ, 2 സൈഡിൽ മറ്റേ ചൂണ്ടയുണ്ടല്ലോ ഇങ്ങനെ കറക്കണം, അതിലൊക്കെയാണ് ഇട്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. ആ പിടിച്ചതാണ് ആ പച്ച സഞ്ചിയിൽ അവിടെ കിടക്കണം. അതൊക്കെ കാഴ്ച കണ്ട് ആസ്വദിച്ചിട്ടാണ് പോയത്. ഒരുപാട് നേരമൊന്നും നിന്നില്ല. അങ്ങ് പോകാൻ മഴയ്ക്ക് മുമ്പ് താമസിക്കുമെന്നും കരുതി നമ്മൾ പെട്ടെന്ന് അപ്പം തന്നെ പോയി. അങ്ങനെ ഞങ്ങൾ ശ്രീകാര്യം വഴിയാണ് പോയത്. ശ്രീകാര്യം, ചാവടിയൊക്കെ, പാങ്ങപ്പാറ ആ വഴി നേരെ ചെന്ന് ബൈപ്പാസിൽ കയറിയതാണ് കേട്ടോ, കഴക്കൂട്ടം. ഈ വഴി നേരെ സ്ട്രെയിറ്റാണ് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ എത്തി. സ്ഥലം ആറ്റിങ്ങലാണ് കേട്ടോ. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ ബെഡാ ബസാർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. തൊട്ടപ്പുറത്ത് ഭീമ ജ്വല്ലറി. അടയാളം പറഞ്ഞു തന്നെയാണ് ആരെങ്കിലും പോകണമെങ്കിലോ. ഇത് സംഭവം ബാഗ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ സാധനങ്ങൾ. ആകപ്പാടെ ഓഫറുള്ളത് ബുക്കിന് മാത്രം. ബാഗിനൊക്കെ ചെറിയൊരു ഡിസ്കൗണ്ടേ ഉള്ളൂ. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിള്ളേർക്ക് വാങ്ങിക്കാൻ വേണ്ടി. ഇത് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം, അങ്ങനത്തത് എല്ലാം. ഇതൊക്കെ അതേ സെയിം പ്രൈസാണ് കേട്ടോ, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ആകപ്പാടെ പ്രൈസ് വ്യത്യാസം ബുക്കിന് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ ചെന്ന് ആദ്യം ബുക്കാണ് വാങ്ങിച്ചത്. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ തള്ളലും ഉന്തലൊന്നും ഇല്ല. നമുക്ക് സമാധാനമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റണ ഇതായിരുന്നു. ഇതാണ് ബുക്കുകൾ. എല്ലാ ബുക്കുകളും ഉണ്ട് കേട്ടോ. ആവശ്യമുള്ള എല്ലാ ഒറ്റ വര, സിംഗിൾ വര, 4 വര, മറ്റേ കണക്ക് ബുക്ക്, അങ്ങനെയല്ല. പിന്നെ ഇതെല്ലാം എറേസറാണ്. ഇത് ചെറിയ സൈസ്, വലിയ സൈസ്, ഏറ്റവും വലുത്, അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റേ കട്ടർ, അത് ഇങ്ങനെ ഓരോ ഷേപ്പിൽ ബൊമ്മേരെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഷേപ്പിൽ. നമ്മൾ ഇവിടെ നിന്ന് മായ്ക്കണം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മോനാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി ഒരു ഫോണിൻ്റെ ടൈപ്പ് എറേസർ എടുത്തുകൊണ്ട് വന്നു. അതാണ് ഈ കാണിക്കണം. സംഭവം കൊള്ളാം കേട്ടോ. കണ്ട എറേസർ എന്ന് പറയില്ല, ഇത് കണ്ട കളിത്തോട്ടം പോലെ ഇരിക്കണം. അങ്ങനെ അത് അത് സംഭവം 30 രൂപയാണ്. അതൊരെണ്ണം വാങ്ങിച്ച്. പെൻസിലും റബ്ബറും എല്ലാം ഓൾറെഡി വീട്ടിലുണ്ട്. പക്ഷേ ഇവർക്ക് പുതിയത് വാങ്ങിക്കണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ വാങ്ങിച്ച് അപ്സരയുടെ പെൻസിലൊക്കെ വാങ്ങിച്ച്. പിന്നെ കട്ടറാണ് വന്ന് തിരയണം. ഇതെല്ലാം കട്ടറാണ് ഈ ഷേപ്പിൽ കിടക്കണം. ബൊമ്മേരി
ഇങ്ങനെ ചതുരം, ത്രികോണം, റൗണ്ട് പല ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടിരുന്നത്. പിള്ളേരെ എങ്ങനെയെല്ലാം ഇവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. സകല സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പേനയിൽ തന്നെ കുറേ വെറൈറ്റികൾ, പല കളറുണ്ടല്ലോ പേന ഓൾറെഡി. അതിന് തന്നെ ഒരു പേനയ്ക്കകത്ത് ഇങ്ങനെ 4-5 ഇതുവരെ വല്ല പേനയുടെ സംഭവം അതൊക്കെ പറഞ്ഞ പേനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കട്ടറൊക്കെ എടുത്ത്, കട്ടർ 2 എടുത്ത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഉണ്ട് സാധനങ്ങൾ, മുകളിലും ഉണ്ട് താഴെയുണ്ട്. താഴെ ചെറിയ കറികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ടൈപ്പിന് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സംഭവം എല്ലാ സൈഡും. ഇത് കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ, പക്ഷെ അതിൽ അവർ മാക്സിമം സാധനങ്ങൾ കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും, എല്ലാം ഉപയോഗിക്കാൻ പറ്റണ എല്ലാ സാധനങ്ങളും, എറിഞ്ഞ പൊട്ടണതും എല്ലാം. ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെ നഖം വെട്ടി, പൂട്ട്, മീൻ വെട്ടണ കത്രിക, അങ്ങനെ എല്ലാം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ബ്രഷ് ഐറ്റംസ് എല്ലാം, ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനെ. പിന്നെ ഒരു റെയിൻകോട്ടൊക്കെ നോക്കിയായിരുന്നു. റെയിൻകോട്ട് ചെറുതായതുകൊണ്ട് വാങ്ങിച്ചില്ല, അത് ഞാൻ ലാസ്റ്റ് കാണിക്കണുണ്ട്. നമ്മൾ ഇത്തിരി മുട്ടിൻ്റെ താഴെ നിൽക്കുന്ന ലെങ്ത് ഉള്ളതായിരുന്നെങ്കിൽ വാങ്ങിച്ചില്ല. 2 വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയി. ഇതാണ് റെയിൻകോട്ട് നൂത്ത് കാണിച്ചപ്പോഴേ അടിപൊളിയായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഈ സംഭവത്തിന് 449 രൂപയെന്ന് ഒരു റെയിൻകോട്ടിന്. പിന്നെ അവ ഇപ്പോൾ കയ്യിൽ തൊട്ട് ആ ബോട്ടിൽ നമ്മൾ വാങ്ങിച്ച്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഞാൻ എല്ലാം വില നോക്കി. 89, 99, 130, അങ്ങനെ പല റേഞ്ചിലുള്ള പാത്രങ്ങൾ. പുതിയതായതുകൊണ്ട് നോക്കിക്കൊണ്ട് നിന്ന്, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല പാത്രങ്ങളൊന്നും. അപ്പുറത്തെ സൈഡിൽ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, അതിൻ്റെ മീതേക്കണേ മുത്തൊക്കെ വെച്ചൊക്കെ പിള്ളേർക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോക്സ് വാങ്ങിച്ചു, അതിൻ്റെ തൊട്ടടുത്ത് ബോക്സ് ഉണ്ടായിരുന്നു. 2 സൈഡ് തുറക്കണ ബോക്സൊക്കെ അവന് വാങ്ങിച്ച്. പാത്രമൊന്നും വാങ്ങിച്ചില്ല, എല്ലാം നോക്കി. പാത്രത്തിൻ്റെ ഷേപ്പൊക്കെ കൊള്ളാം. സ്റ്റീൽ പാത്രം ഇതൊക്കെ അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ അതിനാണ് ഞാൻ നോക്കിയത്. റേറ്റ് കുറവായിരുന്നേ വാങ്ങിക്കാമായിരുന്നു. ഇത് ഭയങ്കര റേറ്റായിപ്പോയി, 320 രൂപയ്ക്ക് അത്യാവശ്യം കട്ടിയുള്ള ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. ലാസ്റ്റ് ഇതാ ഈ നെയിം സ്ലിപ്പും വാങ്ങിച്ച്. പിന്നെ ബുക്ക് ബൈൻഡ് ചെയ്യണ സംഭവം ഉണ്ടല്ലോ, അതും 2 വാങ്ങിച്ചായിരുന്നു. നെയിം സ്ലിപ്പിനൊക്കെ 10, 15 ആ റേറ്റാണ്. ബുക്ക് ബൈൻഡ് ചെയ്യണതിനൊക്കെ 45 അതിൽ കൊടുത്തിരിക്കണം, 35 കൊടുത്തിരിക്കണം. അതിലേതെന്ന് അറിഞ്ഞൂടാ. ബില്ലിൽ ഇനി നോക്കിയാലേ അറിയാവൂ. ബില്ലൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം ഒരു 10-600 രൂപയ്ക്കകത്തെ സാധനങ്ങളൊക്കെ എടുത്തോളായിരുന്നു. ഈ ചെരുപ്പ് ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ അതിൻ്റെ വലിയ സൈസില്ല, ഇത് ചെറുതായിരുന്നു. എനിക്ക് ഈ ടൈപ്പ് ചെരുപ്പാണ് ഞാൻ കാലി ഇട്ടിരിക്കണത്, ഇതിൻ്റെ കറുപ്പ്. അത് അങ്ങനത്തെ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കളർഫുള്ളൊക്കെ ഞാൻ വാങ്ങി. ഇത് അവിടുത്തെ ചെരുപ്പിൻ്റെ കളക്ഷനാണ്, ഇത് ഫുള്ള്. വീട്ടിനകത്തൊക്കെ ഇടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് വേറൊരു ബ്ലാക്ക്, ഈ കളറ്, ഇതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര റേറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇതെല്ലാം ക്രോപ്പ് ടോപ്പ്. ഇത് നമ്മൾ വാങ്ങിച്ച ബില്ല്. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. തിരിച്ച് വരണ വഴി ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.